ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ജൂലൈ ടു ഡിസംബർ 6 മന്ത്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും കവർ ചെയ്യും. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ അയക്കും. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലേക്ക് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് മിസ് ഔട്ട് ചെയ്യില്ല. അപ്പോൾ കാപ്രിക്കോൺ നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. ഇവിടെ നമ്മളെ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഇവൻ്റ് ആണ് നമ്മളിവിടെ നോക്കാൻ പോണത്. ഇല്ല സിഗ്നിഫിക്കൻ്റ് എനർജി എന്താ അല്ല നെക്സ്റ്റ് 6 മന്ത്സിന് അതിലാണ് ഫോക്കസ് ചെയ്യാൻ പോണത്. അപ്പം മെജിഷ്യൻ ആണ് നിങ്ങളുടെ ആദ്യത്തെ കാർഡ്. ഇത് ജെമിനൈ എനർജിയാണ്, പക്ഷേ ഇതൊരു മാനിഫെസ്റ്റേഷൻ്റെ എനർജി കൂടിയാണ്. നിങ്ങൾ ഇതുവരെ എന്താ മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഈ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. ഇല്ല വെച്ചാൽ ഇതുവരെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്തില്ല, ഇല്ല വെച്ചാൽ അങ്ങനെ ഒരു ഗോൾ ഫോക്കസ്ഡ് എനർജി ആയിരുന്നില്ല വെച്ചാൽ ഈ നെക്സ്റ്റ് 6 മന്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഗോൾസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയമാണ്. എന്ന് വെച്ചാൽ വേഗം കാര്യങ്ങൾ നടക്കും, വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് പേഴ്സണൽ ലൈഫിലുമാണ് ആൻഡ് പ്രൊഫഷണൽ ലൈഫിലും കൂടിയാണ്. നിങ്ങളുടെ നെക്സ്റ്റ് കാർഡ് ഇവിടെ സ്റ്റാർ ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ആൻഡ് അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി കാണും. എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സും നിങ്ങളെ സപ്പോർട്ടാണ് ചെയ്യണത്. ഇത് എക്വൈരിയസ് എനർജിയാണ്, ഇതൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഏതോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അത് ഈ നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങൾക്ക് അതിൻ്റെ എനർജി കാണാൻ പറ്റും, അതിൻ്റെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് 6 മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വെരി പോസിറ്റീവ് സമയമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഗോൾസ് ഒക്കെ ഉണ്ടാച്ചാൽ അതിനെ പെർസ്യൂ ചെയ്യാൻ ഇത് നല്ലൊരു സമയമാണ്. ലാസ്റ്റ് കാർഡ് ഇവിടെ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ ഹാങ്ഡ് മാൻ ഒരു പൈസീസ് എനർജിയാണ്, പക്ഷേ ഇതൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് അഡോപ്റ്റ് ചെയ്യണ എനർജിയും കൂടിയാണ്. കുറച്ചൊരു സ്റ്റാഗ്നൻ്റ് എനർജി ആവാം, പക്ഷേ ഇത് കുറേ ഒരു സ്പിരിച്വൽ കാർഡ് കൂടിയാണ്, കുറേ ഹീലിംഗിൻ്റെ എനർജിയാണ്. എന്തെങ്കിലും ഒരു ബ്ലോക്ക് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു വേറെ പെർസ്പെക്റ്റീവ് അഡോപ്റ്റ് ചെയ്യാനാണ് പറയണത്. കാര്യങ്ങൾ കുറച്ച് ചേഞ്ച് ആയിട്ട് അതിനെ ഡീൽ ചെയ്യുക, ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ഡീൽ ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ അൺബ്ലോക്ക് ആവും നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ ഇതെന്താണെന്ന് എക്സാക്ട്ലി നമ്മൾക്ക് നോക്കാം. ഈ മജിഷ്യൻ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത്? 9 of Wands, 7 of Swords and 9 of Cups. സ്ട്രെങ്ത്. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളോട് ഞാൻ പറഞ്ഞ മാതിരി നെക്സ്റ്റ് 6 മന്ത്സിൽ നിങ്ങളുടെ തോട്ട്സിൽ കുറേ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ നെഗറ്റീവായി കുറേ ആലോചിക്കേണ്ട വെച്ചാൽ അത് ചിലപ്പോൾ മാനിഫെസ്റ്റ് ആവാൻ വഴിയുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ 9 of Wands 7 of Swords ഒരു സെൽഫ് സാബോട്ടാജിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പേടിയുണ്ട്, പക്ഷെ ആ പേടി പറഞ്ഞാൽ ഇതാവും എന്നൊരു പേടിച്ച് എനർജിയാണ് അത്. പക്ഷെ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് തന്നെ മാനിഫെസ്റ്റും കൂടിയും ചെയ്യും. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഐഡിയാസൊക്കെ പോസിറ്റീവായി വെക്കുക. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി പോസിറ്റീവായി ആലോചിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ സക്സസ് ഉണ്ട്. പക്ഷെ നെഗറ്റീവായി ആലോചിക്കുന്ന ആൾക്കാർ, കുറേ ഇങ്ങനെ സെൽഫ് സാബോട്ടാജ് ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഫിയർലെസ് ആയിട്ടാണ് നിൽക്കാൻ പറയണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഡെഫിനറ്റ്ലി ശരിയാവുണ്ട്, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിന് നിങ്ങൾക്ക് ബോൾഡായിട്ട് കുറച്ച് ഇരിക്കേണ്ടി വരും, ബോൾഡായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും, ബോൾഡായിട്ട് സ്റ്റെപ്സ് എടുക്കേണ്ടി വരും. അതൊന്നും ചെയ്യില്ല വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ തിങ്ക് ചെയ്യണ കാര്യത്തിൽ ആക്ഷനും ഇടേണ്ട ആവശ്യമുണ്ട്. അതും ചെയ്യില്ല വെച്ചാൽ പിന്നെ ഇത് വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ ബോൾഡായിട്ട് മുമ്പോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഗോൾസ് മാനിഫെസ്റ്റ് ആവും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഇന്നർ ഫിയറിനെ കുറച്ചൊരു സൂക്ഷിക്കുക. എന്നുവെച്ചാൽ ആ ഫിയറിൻ്റെ കാരണം
നിങ്ങൾ കുറെ നെഗറ്റീവായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യണത് ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റാർ ഇവിടെ ഹീലിംഗ് എനർജി കൂടിയാണ്, ഹീലിംഗ് ആൻഡ് വിഷ് ഫുൾഫിൽമെന്റ്. അപ്പൊ ഈ സ്റ്റാർ എന്താണ് ഇവിടെ? 8 of Swords. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വീണു. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഹാങ്ഡ് മാൻ ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് 6 months നിങ്ങൾക്ക് ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഏസ് ഓഫ് സോഡ്സും ഉണ്ട് ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. രണ്ടും ഒരു പുതിയ സ്റ്റാർട്ടിൻ്റെ എനർജിയാണ്. ഇത് ഫിനാൻഷ്യൽ ആയിരിക്കാം, ഇല്ലച്ചാൽ റിലേഷൻഷിപ്പും ആവാം. ഫിനാൻഷ്യൽ ഓർ റിലേഷൻഷിപ്പ് ഇത് കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. പക്ഷേ അഗൈൻ ഇവിടെ ഒരു 8 of Swordsന്റെ കൂടെയാണ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നിരിക്കണേ. അപ്പോൾ 8 of Swords ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ്, ഒരു ഹെൽപ്ലെസ് ആവുന്ന എനർജിയാണ്, ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് ആദ്യം അത് തന്നെ പറയണേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് നിങ്ങൾ സ്റ്റക്കായിന്ന്, നിങ്ങൾക്കൊരു വഴിയും കാണാനില്ല, നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകണ്ടെന്ന് അറിയില്ല. പക്ഷെ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉള്ള തോട്ട്സ് ആണ്. ആ തോട്ട്സിനെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ആ ഉള്ളിലത്തെ സ്ട്രെങ്ത് കിട്ടും. ആ ഒരു കുറച്ചൊരു ധൈര്യമായി മുമ്പോട്ട് പോകാനുള്ള ആ സ്ട്രെങ്ത് ആവശ്യമുണ്ട് ഇവിടെ. എന്നുവെച്ചാൽ അത് ഇല്ലച്ചാൽ ഇവിടെ നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. മുമ്പോട്ട് പോവാ ഇവിടെ. എന്നുവെച്ചാൽ ഇത് ഹാങ്ഡ് മാനും ഒരു ഞാൻ പറഞ്ഞ മാതിരി ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യുക. ചില കാര്യങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട് വെച്ചാൽ മേ ബി ഒരു വേറെ വഴി കൂടെ എന്തെങ്കിലും ഉണ്ടാവാൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു തോട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ. എന്നുവെച്ചാൽ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹാങ്ഡ് മാൻ നമ്മൾ ആദ്യം ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഹാങ്ഡ് മാൻ എന്താണ്? 4 of Swords, 6 of Wands, Empress, and 7 of Wands. അപ്പോൾ ആദ്യം ഇവിടെ ഞാൻ കാണുന്നത് ചാലഞ്ചസ് ഉണ്ടാവും നെക്സ്റ്റ് 6 months. പക്ഷേ ഈ ചാലഞ്ചസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസ് ആണ്. അങ്ങനെ വലിയ ഒരു പേടിക്കാനുള്ള ഒന്നും കാര്യമൊന്നുമില്ല. ഇതിൽ യൂണിവേഴ്സ് ആദ്യം അതന്നെ പറയണേ, സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആയിട്ട് ഗിവ് അപ്പ് ചെയ്യരുത് ആൻഡ് മുമ്പോട്ട് പോവുക. എന്നുവെച്ചാൽ ഇതൊക്കെ ചെറിയ ചെറിയ ബ്ലോക്സ് ആണ്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് സൂക്ഷിക്കേണ്ടി വരും. വേണ്ട മാതിരി റെസ്റ്റ് എടുക്കുക, ബ്രേക്സ് എടുക്കുക, കുറേ ഓവർ വർക്ക് ചെയ്യരുത്. പിന്നെ ഈ സീസണൽ ഫ്ലൂ അതൊക്കെ കുറച്ച് സൂക്ഷിക്കുക. അതും അഗൈൻ ഒരു സീരിയസ് കാര്യമല്ല, പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യം ആയാലും മതി. നമ്മളുടെ ആ ഹെൽത്ത് താഴെ ആയാൽ പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഹെൽത്ത് അല്ലച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ഒരു പേഴ്സൻ്റെ ഹെൽത്ത് ആയിരിക്കാം. നിങ്ങളുടെ മദർ ഇല്ലാച്ച വൈഫിൻ്റെ എനർജി ഇവിടെ കാണാണ്ട് ഒരു ഫീമെയിൽ എനർജിയാണ്. അപ്പം നിങ്ങളൊരു ഫീമെയിൽ ആണെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്മ മാതിരി ഒരു എനർജി, മദർലി ഫിഗർ, വൈഫും ആവാം അമ്മയും ആവാം, ഇല്ലാച്ച ഒരു റിലേറ്റീവ് ഹൂ ഈസ് വെരി മദർലി നർച്ചറിങ്, അങ്ങനത്തെ ഒരു എനർജി ഉണ്ടച്ചാൽ, അങ്ങനത്തെ ഒരു പേഴ്സൺ ഉണ്ടച്ചാൽ അവരുടെ ഹെൽത്തും കുറച്ച് ചിലപ്പോൾ അപ്പ് ഡൗൺ ആവാൻ വഴിയുണ്ട്. പക്ഷേ അഗൈൻ സക്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഫെയിം പോപ്പുലാരിറ്റി ഉണ്ട്. ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സഡൻലി കുറേ നിങ്ങൾ സ്പോട്ട് ലൈറ്റിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ചില ചെറിയ ബ്ലോക്കേജസ് ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾ സക്സസ്ഫുള്ളി ക്രോസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഔട്ട്കം 6 monthsന്റെ ഔട്ട്കം 2 of Cups. ഇവിടെ ലവ് ആൻഡ് റൊമാൻസ് ഞാൻ കാണുന്നുണ്ട്. കുറേ ക്വിക്ക്ലി ഉണ്ടാവാൻ പോണ ഇവൻറ്റ്സ് നിങ്ങളുടെ ലവ് ലൈഫിൽ. ആരോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്, ക്ലാരിറ്റി വരുന്നുണ്ട്, എസ്പെഷ്യലി ലവ് മാറ്റേഴ്സിൽ. ഒരു ക്വീൻ ഓഫ് കപ്സ് ഇവിടെ കുറേ സിഗ്നിഫിക്കൻ്റ് ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. പക്ഷേ ഈ പേഴ്സൺ കുറേ ഒരു ലവിങ് എനർജിയാണ്, കുറേ ഒരു നർച്ചറിങ് പേഴ്സൺ ആണ്, കുറേ ഒരു ഇമോഷൻസ് ഉള്ള പേഴ്സൺ ആണ്. ഇങ്ങനത്തെ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ടാവും. നിങ്ങൾ സിംഗിൾ ആണെച്ചാൽ. അതല്ല വെച്ചാൽ ഓൾറെഡി നിങ്ങളൊരു പേഴ്സൺ അങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കാര്യങ്ങൾ കുറേ ക്വിക്ക്ലി മുമ്പോട്ട് പോകാൻ ഉള്ള ചാൻസ് ഉണ്ട്. പറഞ്ഞ ഒരു സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്കമിൽ ആദ്യം ഒരു കാർഡ് നമ്മൾക്ക് ഇവിടുന്ന് ഈ ഡെക്കിന്ന് കാണാം, എംപ്രസ്. അപ്പോൾ എംപ്രസ് എനർജി
മുമ്പും നമ്മൾ കണ്ട എനർജിയാണ്, ഒരു ഫീമെയിൽ ഫെമിനിൻ എനർജിയാണ്. ഇവിടെ ചാരിയറ്റും ഉണ്ട്, ട്രാവൽഡ് എനർജിയാണ് ഇത്. അപ്പോൾ ആരോ ഒരു ഡിസ്റ്റൻസിന്, ദൂരത്തിന് ആരോ നിങ്ങളുടെ ലൈഫിൽ വെരി ക്വിക്ക്ലി വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ മേ ബി അഗൈൻ നിങ്ങളുടെ ഫ്രണ്ട്, റിലേറ്റീവ്, ഫ്യൂച്ചർ പാർട്ട്ണർ ആരും ആവാം. പക്ഷേ കുറേ അബണ്ടൻസും വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, കുറേ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്ന് വെച്ചാൽ ഈ ചാരിയറ്റ് സക്സസിൻ്റെ കാർഡാണ്, അബണ്ടൻസിൻ്റെ കാർഡാണ്. എംപ്രസും ഫെർട്ടിലിറ്റി ആൻഡ് ഗ്രോത്തിൻ്റെ കാർഡാണ്. ഇപ്പോൾ മറ്റേ കാര്യം എന്താ വെച്ചാൽ പ്രഗ്നൻസിയുടെ ചാൻസസും ഹൈ ആണ് നെക്സ്റ്റ് 6 months. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വെച്ചാൽ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് നെക്സ്റ്റ് 6 months. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് ഐക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക ആൻഡ് മെസ്സേജ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.